ഫ്ലാസ്ക് ട്യൂട്ടോറിയൽ സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഒരു ഫ്ലാസ്കിൻ്റെ അകത്ത് ഒരു ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ്റെ ടെംപ്ലേറ്റ് എങ്ങനെയാണ്, അതുപോലത്തെ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ആദ്യം തന്നെ കൺട്രോളും ബാക്ക് ടിക്കും അടിക്കുക. അതിനുശേഷം ടെർമിനലിൻ്റെ അകത്ത് നമുക്കൊരു വിർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. പൈത്തൺ -venv എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വിർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വിർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത് venv എന്നാണ്. ഈ ലാസ്റ്റത്തെ venv എന്ന് ഉദ്ദേശിക്കുന്നത് വിർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ പേരാണ്. അപ്പോൾ ഈ venvക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. myvenv എന്നോ env എന്നോ എന്ത് വേണമെങ്കിലും ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, വിർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. env എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് ഈ വിർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ./venv/scripts/activate എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. വിർച്വൽ എൻവയോൺമെൻറ്റ് എന്താണെന്നൊക്കെ നമുക്ക് വേറൊരു ട്യൂട്ടോറിയലിൻ്റെ അകത്ത് പിന്നീട് കാര്യമായിട്ട് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫ്ലാസ്ക് ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾ ഉബുണ്ടു ആയിരുന്നു യൂസ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ python 3-venv എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. പൈത്തൻ്റെ അകത്തുള്ള venv എന്ന് പറയുന്ന ഈ ഒരു പാക്കേജ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വിർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. pyenv, പൈത്തൺ പോയട്രി, വിർച്വൽ env അതുപോലത്തെ ധാരാളം പാക്കേജുകൾ അവൈലബിൾ ആണ്. അത് വെച്ച് നിങ്ങൾക്ക് വിർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും വിർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഉബുണ്ടുവിൻ്റെ അകത്തായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിക്കേണ്ട കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് venv. ഇവിടെ നിങ്ങൾക്ക് കാണാം venv എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അത്ര activate.bat എന്ന് പറയുന്ന ഒരു ബാച്ച് ഫയൽ എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വിൻഡോസിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ വിർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. വിൻഡോസിൻ്റെ അകത്തായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ venv എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ bin എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടായിരുന്നു. bin എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്ത് activate.fish എന്ന് പറയുന്ന ഒരു ഷെൽ സ്ക്രിപ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതായിരിക്കും ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഴ്സ് venv/bin/activate എന്നായിരുന്നു ഉബുണ്ടുവിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ട കമാൻഡ്. ഓക്കെ, എന്തായാലും ഇത് ഉബുണ്ടു അല്ലാത്ത കാരണം ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. ഈ വിർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ അകത്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. pip install ഫ്ലാസ്ക് എന്ന് പറയുന്ന പാക്കേജാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഫ്ലാസ്ക് എന്ന് പറയുന്ന പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഫ്ലാസ്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വേറെ കുറച്ച് പാക്കേജുകളും കൂടെ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണാൻ കഴിയും നിങ്ങൾക്ക്. ഉദാഹരണമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് എന്ന് പറയുന്ന പാക്കേജ് യൂസ് ചെയ്യുന്നുണ്ട്. ജിഞ്ച, ഇറ്റ്സ് ഡേഞ്ചറസ്, വെയ്ക്സ് യുഗ അതുപോലത്തെ ധാരാളം പാക്കേജുകൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഓരോ പാക്കേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. ഉദാഹരണമായിട്ടാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് എന്ന് പറയുന്നത് ഫ്ലാസ്കിൻ്റെ അകത്ത് നിന്നുള്ള കമാൻഡ് ലൈൻ ഓപ്പറേഷനുകൾ, അല്ലെങ്കിൽ നമുക്ക് ഫ്ലാസ്കിൻ്റെ അകത്ത് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റുകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ക്ലിക്ക് എന്ന് പറയുന്ന ഈ ഒരു പാക്കേജ് യൂസ് ചെയ്യാം. പിന്നെ ജിഞ്ച2 ആണ് ഇതിൻ്റെ അകത്ത് ടെംപ്ലേറ്റ് എഞ്ചിൻ. വെയ്ക്സ് യുഗ എന്ന് പറയുന്നതാണ് നമ്മുടെ WSJ സെർവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാക്കേജ്. പിന്നെ ഇറ്റ്സ് ഡേഞ്ചറസ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ ഇതിൽ ആമസോണിൻ്റെ അകത്തൊക്കെ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെയിൽ വരുന്നത് കാണാൻ കഴിയും. ആ മെയിലിൻ്റെ അകത്ത് കയറിയിട്ട് വീണ്ടും നിങ്ങളുടെ മെയിൽ വെരിഫൈ ചെയ്യണം. അതുപോലത്തെ കുറച്ച് നേരത്തായിട്ട് മാത്രം ആക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും മെയിലുകൾ അതുപോലത്തെ കാര്യങ്ങൾക്കുള്ള ലിങ്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറ്റ്സ് ഡേഞ്ചറസ് എന്ന് പറയുന്ന പാക്കേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യം വരുന്ന പക്ഷം അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ ഇവിടെ ഒരു വാണിംഗ് കാട്ടുന്നുണ്ട്. python-pip install --upgrade pip എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൈത്തൺ പിപ്പ് വേർഷൻ എന്ന് പറയുന്നത് പഴയതാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് പൈത്തൺ പിപ്പ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തേക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടതായിരുന്നു നിങ്ങൾ വിർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടതായിരുന്നു python-pip install --upgrade pip എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിരുന്നു. എന്തിനായാലും ഇപ്പം ഒന്നുകൂടെ കാട്ടാൻ വേണ്ടി ഞാൻ അടിക്കാം. python-pip install --upgrade pip. ഇപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പൈത്തൺ പിപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യും, ഈ പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ. അത്രയാണ് ഇതിൻ്റെ അകത്ത് നടക്കുകയുള്ളൂ. പിന്നെ പറയാൻ വിട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീആക്ടിവേറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു വിർച്വൽ എൻവയോൺമെൻറ്റ് ഡീആക്ടിവേറ്റ് ചെയ്യാം. ഉബുണ്ടുവിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡീആക്ടിവേറ്റ് എന്ന് പറയുന്ന കമാൻഡ് തന്നെയാണ് നിങ്ങൾ വിർച്വൽ എൻവയോൺമെൻറ്റ് ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ഇപ്പോൾ വിർച്വൽ എൻവയോൺമെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന venv എന്ന് പറയുന്നത് അടുത്ത ലൈനിൻ്റെ അകത്ത് പോയിരിക്കുന്ന കാണാൻ കഴിയും നിങ്ങൾക്ക്, ഡയറക്ടറി കാട്ടിയിരിക്കുന്നതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് വീണ്ടും ഒന്നുകൂടെ ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ ഷെല്ലൊന്ന് ക്ലിയർ ചെയ്യാണ്, CLS. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്, hello_world. ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ app.py എന്ന് പറയുന്നൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി
ഫ്രം ഫ്ലാസ്ക് എന്ന് പറയുന്ന മൊഡ്യൂളിൻ്റെ അകത്തുനിന്ന് ഇമ്പോർട്ട് ഫ്ലാസ്ക് എന്ന് പറയുന്ന കൺസ്ട്രക്ടർ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമ്മളൊരു വെബ് ആപ്ലിക്കേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ആപ്പ് ഈക്വൽ ടു ഫ്ലാസ്ക് കൺസ്ട്രക്ടറിൻ്റെ അകത്തായിട്ട് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നെയിം എന്താണോ അത് പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കണ ഈ ഒരു ഫയലിൻ്റെ പേരെന്ന് പറയുന്നത് app.py എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്കിൻ്റെ അകത്താകുമ്പോൾ കുറച്ച് റൂൾസ് അനുസരിച്ചാണ് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ റൂൾസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അത് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാവണം. ടെംപ്ലേറ്റ് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്താണ് സ്റ്റാറ്റിക് ഫയൽ, അതായത് CSS-ഉം ജാവാസ്ക്രിപ്റ്റും ഇമേജുകളും ഒക്കെ ലോഡ് ചെയ്യുന്നത്. അതുപോലത്തെ ഫയലുകളിലായിട്ടുള്ള പാത്ത് കണ്ടുപിടിക്കുന്നത് ഈ അണ്ടർസ്കോർ നെയിം അല്ലെങ്കിൽ ഡണ്ടർ നെയിം എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. പൈത്തൻ്റെ അകത്ത് ഈ ഫ്ലാസ്ക് കൺസ്ട്രക്ടറിൻ്റെ അകത്തിട്ട് ഈ പാസ് ചെയ്യുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റാറ്റിക് ഫയലുകൾ പിന്നെ ടെംപ്ലേറ്റ് അതുപോലത്തെ കാര്യങ്ങൾ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഇനി app.root അതിനുശേഷം എൻഡ് പോയിന്റ് ഏതാണെന്നുള്ളതാണ് കൊടുക്കേണ്ടത് ഇവിടെ. അതായത് നമ്മുടെ വെബ് പേജിൻ്റെ അകത്ത് നമ്മൾ സാധാരണ ഇതിൽ പൈത്തൺ ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൂപ്പ് ബാക്ക് അഡ്രസ്സ് അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് ആയിട്ടുള്ള 127.0.0.1 റൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് // എന്ന് പറയുന്ന റൂട്ടിൻ്റെ അകത്താണ്, അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൻ്റെ അകത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് കാട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ app.rootൻ്റെ അകത്ത് ഈ ഒരു എൻഡ് പോയിന്റ് കൊടുത്തേക്കുന്നത്. ഇവിടെ app.root എന്ന് പറയുന്നത് ഫെമിലിയർ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊരു പൈത്തൺ ഡെക്കറേറ്റർ ആണ്. സാധാരണ ഇതിൽ നമ്മൾ ഡെക്കറേറ്ററിന് ശേഷം ഫംഗ്ഷൻ ആയിരിക്കും എഴുതുക. ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടിനെ മാറ്റി മറിക്കുക എന്നുള്ളതാണ് ഡെക്കറേറ്ററിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു ഡെക്കറേറ്ററിന് ശേഷം നമ്മൾ ഒരു ഫംഗ്ഷൻ ആയിരിക്കും എഴുതുകയെന്ന്. അപ്പോൾ ഇവിടെ ഡെഫ് ഇൻഡെക്സ്, ഈ ഇൻഡെക്സ് ഫംഗ്ഷന് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ, അതായത് ഈ ഫംഗ്ഷൻ്റെ പേര് നമ്മൾ വ്യൂ ഫംഗ്ഷൻ എന്നാണ് പറയുക. ഈ വ്യൂ ഫംഗ്ഷൻ്റെ പേര് ഒരിക്കലും ആവർത്തിച്ച് വരാൻ പാടില്ല. ഇവിടെ നമ്മൾ app.root എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എൻഡ് പോയിന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് // അല്ലാന്നുണ്ടെങ്കിൽ റൂട്ടാണ് നമ്മുടെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എൻഡ് പോയിന്റ് എത്ര ആവശ്യം വേണമെങ്കിലും നമുക്ക് ആവർത്തിക്കാം, പക്ഷേ നമുക്ക് വ്യൂ ഫംഗ്ഷൻ്റെ പേര് ഒരിക്കലും ആവർത്തിച്ച് വരാൻ പാടില്ല. ഓക്കെ, ഇനി ഈ വ്യൂ ഫംഗ്ഷൻ എന്താണോ റിട്ടേൺ ചെയ്യുക അതായിരിക്കും നമ്മുടെ ബ്രൗസറിൻ്റെ അകത്ത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് വരിക. അപ്പോൾ ഞാൻ റിട്ടേൺ ഹലോ വേൾഡ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയുള്ള നമ്മുടെ ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ്റെ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇതിൽ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈ // ശേഷം മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെത്തേഡ്സ് എഴുതി കൊടുക്കാവുന്നതാണ്. പക്ഷേ മെത്തേഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗെറ്റ് മെത്തേഡ് ആയിരിക്കും ഡിഫോൾട്ടായിട്ട് വർക്ക് ചെയ്യുക. ഇനി ഈ ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. അതിൻ്റെ അത് രണ്ട് മെത്തേഡും എന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ഫ്ലാസ്ക് വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് hello_world എന്ന് പറയുന്ന ഈ ഫോൾഡറിൻ്റെ അകത്താണ്. അപ്പോൾ ഈ ഒരു ഫോൾഡറിൻ്റെ അകത്തിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ചേഞ്ച് ഡയറക്ടറി എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. അപ്പോൾ cd hello_world. ഫ്ലാസ്ക് വരുന്നത് ഒരു CLI കൂടിയാണ്, അല്ലെങ്കിൽ കമാൻഡ് ലൈൻ ഇൻ്റർഫേസോട് കൂടിയാണ്. അപ്പോൾ ഈ ഒരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഉപയോഗിച്ച് ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിന് വേണ്ടിയിട്ട് സെറ്റ് flask_app ഈക്വൽ ടു app.py. ഇവിടെ app.py എന്നുള്ളതിന് പകരം നിങ്ങൾ ഒരു മൊഡ്യൂളായിട്ടോ പാക്കേജോ ആയിട്ടായിരുന്നു നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഴുതിയിരുന്നത് എന്നുണ്ടെങ്കിൽ മൊഡ്യൂളിൻ്റെ പാക്കേജിൻ്റെ പേര് കൊടുക്കാം. ഇവിടെ സെറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ flask_app എന്ന് പറയുന്ന ഈ ഒരു എൻവിറോൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്യുകയാണ്. വിൻഡോസിന് പകരം നിങ്ങൾ ഉബുണ്ടു ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സെറ്റ് എന്ന് പറയുന്ന കമാൻഡിന് പകരം എക്സ്പോർട്ട് എന്ന് പറയുന്ന കമാൻഡാണ് flask_app എന്ന് പറയുന്ന എൻവിറോൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തായിട്ട് സെറ്റ് flask_env ഈക്വൽ ടു ഡെവലപ്മെൻറ്റ്. ഇവിടെ flask_env എന്ന് പറയുന്ന എൻവിറോൺമെൻറ്റ് വേരിയബിൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡീബഗർ പിൻ വരും. ഡീബഗർ പിന്നിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ്റെ അകത്ത് എന്തെങ്കിലും എറർ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രൗസറിൻ്റെ അകത്ത് തന്നെ അത് ഡീബഗ് ചെയ്യാൻ പറ്റും ഡീബഗർ പിൻ യൂസ് ചെയ്തുകൊണ്ട്. അങ്ങനെ ബ്രൗസറിൻ്റെ അകത്ത് ഡീബഗ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ടൊരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഡീബഗർ പിൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡെവലപ്മെൻറ്റ് മോഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള മറ്റൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാസ്ക് ആപ്ലിക്കേഷനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെർവർ ഓട്ടോമാറ്റിക്കായിട്ട് റീലോഡ് ചെയ്യും. നമ്മൾ ഡെവലപ്മെൻറ്റ് മോഡിലല്ല വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ റൺ ചെയ്യേണ്ടി വരും. ഫ്ലാസ്ക് റൺ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ റൺ ചെയ്യാം. ഈ ഒരു കമാൻഡ് അഡീഷണൽ ആയിട്ട് വേറെയും കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റുകൾ എടുക്കും. ഉദാഹരണമായിട്ട് -host എന്ന് പറയുന്ന കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് -host എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 127.0.0.1 എന്ന് പറയുന്ന ലൂപ്പ് ബാക്ക് അഡ്രസ്സിലാണ്. അങ്ങനെ ലൂപ്പ് ബാക്ക് അഡ്രസ്സിൽ അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് റൺ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫോണിൻ്റെ അകത്തുനിന്നോ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഡിവൈസിൻ്റെ അകത്തുനിന്നോ നമ്മുടെ ഈ ഒരു ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നത്
നമുക്ക് ഹോസ്റ്റ് എന്ന് പറയുന്നത് 0.0.0.0 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസിലും നമ്മുടെ ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. അത് ഫോണായാലും എന്തായാലും. പിന്നെ എടുക്കുന്ന ഒരു അഡീഷണൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണ് പോർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് 5000 എന്ന് പറയുന്ന പോർട്ടിലാണ് ഡിഫോൾട്ട് ആയിട്ട്. അപ്പോൾ അത് മാറ്റി നമുക്ക് വേറെ ഏതെങ്കിലും പോർട്ടിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഫ്രീ ആയിട്ടുള്ള പോർട്ടിലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് റൺ ആവുള്ളൂ. ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും പോർട്ടിൻ്റെ അത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ -പോർട്ട് എന്ന് പറയുന്ന കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് യൂസ് ചെയ്യാം. അതല്ലാതെയും വേറെ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റുകളുണ്ട്. തൽക്കാലത്തായിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. ഇനി ഫ്ലാസ്ക് റൺ എന്ന് പറയുന്ന ഒരു കമാൻഡ് റൺ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ flask_env എന്ന് പറയുന്ന എൻവിറോൺമെന്റ് വേരിയബിൾ സെറ്റ് ചെയ്ത് കാരണം നമുക്ക് ഒരു ഡീബഗർ പിൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ്റെ അകത്ത് എന്തെങ്കിലും എറർ വരുവാണെന്നുണ്ടെങ്കിൽ ബ്രൗസറിൻ്റെ അകത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു ഡീബഗർ പിൻ യൂസ് ചെയ്തിട്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ കൺട്രോളും മൗസ് ക്ലിക്കും അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്തിട്ട് നാവിഗേറ്റ് ചെയ്യാം. ബ്രൗസറിൻ്റെ അകത്ത് ഇപ്പോൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണോ നമ്മുടെ വ്യൂ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് അത് നമുക്ക് നമ്മുടെ ബ്രൗസറിൻ്റെ അകത്താണ്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു tab.route എന്ന് പറയുന്ന ഈ ഡെക്കറേറ്റർ ആണ് നമുക്ക് ഈ ഒരു വ്യൂ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബ്രൗസറിൽ കാട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണത്. ഓക്കെ, പിന്നെ നമ്മൾ കൂടാതെ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മുടെ ലൂപ്പ് ബാക്ക് അഡ്രസ് അല്ലെങ്കിൽ 127.0.0.1 എന്ന് പറയുന്നത് ലോക്കൽ ഹോസ്റ്റ് തന്നെയാണെന്നുള്ളത്. ലോക്കൽ ഹോസ്റ്റ് :5000 എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹലോ വേൾഡ് എന്നുള്ള റിസൾട്ട് അവിടെ തന്നെ കാണാം. ഓക്കെ, ഇനി പിന്നെ നമ്മൾ 2 പ്രാവശ്യം റീലോഡ് ചെയ്തപ്പോഴും 200 എന്ന് പറയുന്നൊരു റെസ്പോൺസ് കോഡ് ഇവിടെ നമുക്ക് കിട്ടിയേക്കണം കാണാൻ കഴിയും. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് സക്സസ് ആയിട്ട് HTTP റിക്വസ്റ്റ് ഗെറ്റ് റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് 200 എന്ന് പറയുന്ന ഈ റെസ്പോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് 404 എന്ന് പറയുന്ന ഒരു എറർ കാണാൻ കഴിയും. അതായത് favicon.ico എന്ന് പറയുന്ന എന്തോന്ന് കാണാനില്ല എന്ന് പറഞ്ഞ്. അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൈറ്റിൻ്റെ ഐക്കൺ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഐക്കൺ നമ്മൾ favicon.ico എന്ന് പറയുന്ന ഫയൽ വെച്ചിട്ട് ഒരു ഐക്കൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എറർ കാണത്തില്ല. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ set_flask_app എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എൻവിറോൺമെന്റ് വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എൻവിറോൺമെന്റ് വേരിയബിളിന്റെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടെർമിനലിൻ്റെ അകത്തായിരിക്കും. നമ്മൾ അഡീഷണൽ ആയിട്ട് വേറൊരു ടെർമിനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടെർമിനലിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു എൻവിറോൺമെന്റ് വേരിയബിൾ ആക്സസ് ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെ Ctrl+C എന്ന് പറയുന്നത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ ക്വിറ്റ് ചെയ്യാമെന്ന് നമുക്ക് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ Ctrl+C അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ ക്വിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രൗസറിൻ്റെ അകത്ത് പോയിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് സൈറ്റ് ക്യാൻ ബി റീച്ച്ഡ് എന്നായിരിക്കും കാട്ടുക. ഫ്ലാസ്ക് ആപ്ലിക്കേഷൻ റൺ ചെയ്യാനുള്ള രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഇഫ് ഡണ്ടർ നെയിം എന്ന് പറയുന്നത് ഈക്വൽ ടു ഡണ്ടർ മെയിൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ആപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്ലാസ്കിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് അതിൻ്റെ അകത്തൊരു മെത്തേഡാണ് app.run എന്ന് പറയുന്നത്. റൺ എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു മെത്തേഡാണ്. നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് ആയിട്ട് കണ്ട ഹോസ്റ്റ് പോർട്ട് ഇവയൊക്കെ തന്നെ നമുക്ക് app.run എന്ന് പറയുന്ന ഒരു മെത്തേഡിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് മോഡിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് debug =true എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. ഇവിടുത്തെ if ഡണ്ടർ നെയിം =main എന്നുള്ളത് നമുക്ക് എന്താണെന്ന് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ഇതിൽ പൈത്തൺ ഫയൽ റൺ ചെയ്യുന്ന പോലെ തന്നെ പൈത്തൺ app.py എന്ന് പറഞ്ഞ് റൺ ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സെർവർ 5000 എന്ന് പറയുന്ന പോർട്ടിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട അതേ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ശരി, വീണ്ടും കാണാം.